നിലമ്പൂർ ആരാകും നേടുക? പക്ഷേ ആ ഒരു ഉദ്യോഗത്തോടു കൂടിയുള്ള ഈ ഒരു കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും. ഈ സമയത്ത് ചില രാഷ്ട്രീയ പ്രവചനങ്ങളൊക്കെ ഏറെ രസകരമാണ്. എന്തായാലും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രവചിക്കുകയാണ് ഗോപാലകൃഷ്ണൻ മാഷ്. മാഷിൻ്റെ കണക്കുകൂട്ടലിൽ 90% കഴിഞ്ഞ 13 തെരഞ്ഞെടുപ്പുകളിലും ശരിയായിട്ടുണ്ട്. അൻവർ ഇഫക്റ്റിൽ നടക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF LDF മുന്നണികൾ അഭിമാന പോരാട്ടം നടത്തിയ ശേഷം ഫലം കാത്തിരിക്കുകയാണ്. ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോഴാണ് 13 തവണ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം 85% വോട്ടുകൾ സഹിതം പ്രവചിച്ച N ഗോപാലകൃഷ്ണൻ മാഷ് ഇത്തവണയും പ്രവചനം നടത്തിയത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും. അദ്ദേഹത്തിന് 75,000 മുതൽ 77,000 വരെ വോട്ടും, CPM സ്ഥാനാർത്ഥി സ്വരാജിന് 65,000 മുതൽ 67,000 വരെ വോട്ടും ലഭിക്കും. BJP സ്ഥാനാർത്ഥിക്ക് 6,000 മുതൽ 7,500 വരെ വോട്ട് കിട്ടും. ഷൗക്കത്തിൻ്റെ ലീഡ് 8,000 മുതൽ 12,000 വരെ ആയിരിക്കും. കഴിഞ്ഞ 50 വർഷമായി നടത്തിയ രാഷ്ട്രീയ നിരീക്ഷണത്തിന്റെയും കണക്കുകൂട്ടലുകളുടെയും ബലത്തിലാണ് പ്രവചനം. ഇടതു വലതു മുന്നണികളുടെ വിജയം ഏറെക്കുറെ കൃത്യമായി പ്രവചിക്കാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടാകുമെന്നും ആണ് പ്രൊഡിക്റ്റ് ചെയ്തിരുന്നത്. മുസ്ലിം ലീഗിന് 20 സീറ്റ് പ്രൊഡിക്റ്റ് ചെയ്തിരുന്നു. 20 കിട്ടി. പറഞ്ഞ സീറ്റുകൾ തന്നെ, ഒരു മാറ്റവും വരാത്ത. 2006 അച്യുതാനന്ദൻ മന്ത്രിസഭ ഉണ്ടാക്കിയപ്പം LDFന് 97 സീറ്റ് പ്രൊഡിക്റ്റ് ചെയ്തു. 98 വന്നു. അത് സീറ്റ് പോലും 140, 119 സ്ഥലത്തെ പറഞ്ഞു തന്നെ വന്നു. പിന്നെ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ എണ്ണത്തിൽ വ്യത്യാസം വരത്തില്ല. പ്രവചനം കൃത്യമായതിനാൽ തന്നെ പാർട്ടി അനുഭാവികളിൽ നിന്നും ഭീഷണിയും അഭിനന്ദനവും എത്താറുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. കണക്കുകളുടെയും വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ് ഗോപാലകൃഷ്ണൻ സാർ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ 90% അത് അങ്ങനെ തന്നെ ആവുകയും ചെയ്യും. നിലമ്പൂരിലും സാറിന്റെ പ്രവചനം ശരിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.